അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ നമ്മൾ തുടങ്ങാം. തജ്വീദിലെ മൂന്നാമത്തെ 6ാമത്തെ ക്ലാസ് തന്നെയാണിത്. കാണുന്നില്ല? ഓക്കെ. അപ്പൊ നമ്മള് വാവിനെ തഫ്ഹീം ചെയ്ത് പറഞ്ഞു അല്ലേ? വാവിനെ തഫ്ഹീം ചെയ്ത് പറഞ്ഞില്ലേ? അലിഫിനെ വാവിനെ തഫ്ഹീം ചെയ്തത് എന്ത് ചെയ്തു പറഞ്ഞു. ഹാവ് ദമീറിനെ നീട്ടിയത് പറഞ്ഞോ? ആരാ പറയാത്തെ? ഹാവ് ദമീറിനെ നീട്ടിയതിന് ഉദാഹരണത്തിൽ ഏതാ? ബിഹീനക്ക അല്ലേ? ആ ആയിക്കോട്ടെ. നമ്മള് ഹാവുൽ ദമീറിനെ നീട്ടിയതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? ഹാവുൽ ദമീറിനെ നീട്ടാൻ കാരണം എന്താ? ഹാവുൽ ദമീറിന് മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ എന്ത് ചെയ്യണം? ഹാവുൽ ദമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ എന്ത് ചെയ്യണം? ഹാവുൽ ദമീറിനെ നീട്ടണം. എന്നാൽ ഹാവുൽ ദമീറിന്റെ മുമ്പും ശേഷം ഹർക്കത്ത് വന്നിട്ടില്ലെങ്കിലോ എങ്ങനെ? നീട്ടാതെ ഓതണം അല്ലേ? എന്നാൽ നമ്മൾ അടുത്ത ചോദ്യം നോക്കി. ഹാവുൽ ദമീറിനെ നീട്ടാതെ ഓതി. ഏതാണ് ഹാവുൽ ദമീറിനെ നീട്ടാതെ ഓതിയത്? മെഹറിൻ ഫാത്തിമ, ഇത് ഏതാണ് ഹാവുൽ ദമീറിനെ നീട്ടാതെ ഓതിയത്? ഹാവുൽ ദമീർ ഉണ്ടോ? ഇവിടെ ഹാവുൽ ദമീർ ഉണ്ടോ? അവിടെ ഹാവുൽ ദമീർ ഇല്ല. നീട്ടാൻ കാരണം എന്താ? മുമ്പ് ശേഷവും ഹർക്കത്തുള്ളത് കൊണ്ട് നീട്ടി ഓതണം. എന്നാല് ഇവിടെ ഹാവുണ്ടോ? ഉണ്ടോ? അവിടെ ഉണ്ടോ? പിന്നെ ഹാവുൽ ദമീർ ബാക്കിയുള്ളത് അല്ലേ? അതിന് ഹാവുൽ ദമീറിന് അതിന്റെ മുമ്പുള്ള അക്ഷരം ഏതാ? ബാ ഹർക്കത്തേതാ? അതിന് ശേഷമുള്ളത് എന്താ? ശേഷം ഒരാള് അഭിശബ്ദം ശബ്ദം ഉണ്ടാക്കരുത്.
ലമീറിന്റെ ശേഷം ഇവിടെ എന്താ? സുക്കൂനാണ്. സുക്കൂനാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ വായിക്കേണ്ടത്? ഹാ ലമീറിനെ നീട്ടിയാണോ നീട്ടാതെയാണോ? മനസ്സിലാകാത്ത ഏതെങ്കിലും 18 ആളുകളിൽ ഉസ്താദിന്റെ അത് ആരൊക്കെ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടാ? മൈക്ക് ഓഫ് ആക്കി. മൈക്ക് ഓഫ് ആക്കി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ അല്ലേ? ഇനി മൈക്ക് ഓഫ് ആക്കി. ഇവിടെ ഹാവ് ലമീറിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹാവ് ലമീറിന് നീട്ടാൻ വരുന്ന ഒരു സാധനം ഉണ്ട്, ഒരു ചിഹ്നം. അതിനെന്ത് പറയും? ഒരു പക്ഷേ യാവ് സഗീറയായിരിക്കും, അല്ലെങ്കിൽ വാവ് സഗീറയായിരിക്കും, അല്ലേ? കുഞ്ഞി വാവ് കുഞ്ഞി യാ, അല്ലേ? അപ്പൊ ഈ ഭാഗം വരെയുള്ള ചോദ്യങ്ങള് നമ്മൾ നോക്കല്ലേ? 1 മുതൽ നോക്കല്ലേ? ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറയണം. അല്ലാത്തവരൊരു മൈക്ക് ഓഫ് ആക്കുക. അല്ലാത്തവർ മൈക്ക് ഓഫ് ആക്കുക. ആദ്യം ഫാത്തിമ സന AP. ഇല്ലേ? ഫാത്തിമ സന. ഹാ ലമീറിനെ നീട്ടി ഓതണം. വനറാഹു ഖരീബ ലഹുൽ മുൽക്ക് വ അംറുഹു ഇലല്ലാഹ്. ഇതിലേതാണ് ശരി? കാരണം എന്താണ്? അതുകൊണ്ടാ കാരണം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാരണം അതാണോ? അതുകൊണ്ടാ കാരണം. മോളെ സന, ഇപ്പൊ ലാസ്റ്റ് മോള് പറഞ്ഞതില്ലേ, ഹാവ് ലമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നു എന്നത്? അതാണ് ശരിയായ ഉത്തരം. മനസ്സിലായ? ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ബാക്കിയുള്ളത് അതിനോട് ചേർത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഹാവ് ലമീർ നീട്ടുന്ന മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ അതിന് നീട്ടും. ഹാവ് ലമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ എന്ത് ചെയ്യും? വേറെ ആരും ഓണാക്കരുത്. ഹാവ് ലമീറിന്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ നീട്ടും. അപ്പോൾ അവിടെ കുഞ്ഞി വാവ് കണ്ടില്ല. അങ്ങനെയാണെങ്കിലോ നീട്ടണോ? നീട്ടണം. കാരണം എന്താ? അവിടെ മുമ്പും ശേഷം ഹർക്കത്ത് വന്നിട്ടുണ്ട്. പിന്നെ മോള് പറഞ്ഞല്ലോ അതിന് ശേഷം ഹംസ വന്നതുകൊണ്ടാ നീട്ടണേന്ന്. അത് അല്ല, അങ്ങനല്ല. നീട്ടാൻ ഹംസ വരണമെന്നില്ല, ഹർക്കത്ത് വന്നാൽ മതി. പക്ഷേ നീട്ടുമ്പോൾ മദ് മുൻഫസിലാകാൻ എന്ത് വേണം? ഹംസ വരണം. അല്ല എങ്കിൽ ഇവിടെ ബ ആണ് വന്നത്, ബി എന്നാണ്, ബിലാന്നാണ്. അങ്ങനെയാണെങ്കിലോ ഇത് നീട്ടുമല്ലേ? ഹംസിന് പകരം ബ ആണെങ്കിലോ നീട്ടും. കാരണം എന്താ? മുമ്പും ശേഷവും എന്ത് ചെയ്തിട്ടുണ്ട്?
അപ്പോൾ നമ്മൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹാവു ലമീറിനെ നീട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഹാവു ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്ത് വന്നാൽ ഹാവു ലമീറിനെ നീട്ടണം. മനസ്സിലായോ? അപ്പോൾ ഹാവു ലമീറിന് ശേഷം മദ് മുൻഫസിൽ വരും എപ്പോൾ എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടി? ഹാവു ലമീറിന് മുമ്പും ശേഷവും ഹർക്കത്ത് വരികയും ഹാവു ലമീറിന് ശേഷമുള്ള തൊട്ട് ശേഷമുള്ളത് ഹംസയാവുകയും ചെയ്താൽ എന്ത് ചെയ്യണം? ഹാവു ലമീർ മദ് മുൻഫസിലാകും. അല്ലാതെ ഹാവു ലമീറിന് ശേഷം ഒരു ഹംസ വന്നു എന്ന് കരുതി അത് മുൻഫസിലാവുമോ? ഹാവു ലമീറിന് ശേഷം ഒരു ഹംസ വന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാണണില്ലേ? ബിൻഹു അല്ലേ? ബിൻഹു ഇലാന്ന് വന്ന് ഇവിടെ ഹാവു ലമീറിന് ശേഷം ഹംസ വന്നോ ഇല്ലേ? വന്നു. ഈ ഹാവു ലമീറിനെ നീട്ടുമല്ലേ? കാരണം എന്താ? അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ നല്ല പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ. ഫുൾ ഡബിൾ പ്ലസ് കിട്ടണം ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത ആളാണ് നമ്മൾ ചോദിക്കല്ലേ? അപ്പോൾ അൽഫിയ ഹുസൈൻ മറ്റേ ആരെ സൻഹാബാത്തി മൈക്ക് ഓഫ് ആക്കണം. അൽഫിയൻ്റെ ഇതാണ് എക്കോ അടിക്കണ്ടല്ലേ? അപ്പോൾ അൽഫിയ റാഇനെ തെർക്കീക്ക് ചെയ്ത് ഉച്ചരിക്കണം. അല്ലദിർത്തല അബ്സ്വിർ ബിഹി. അതേപോലെ അൽ ഫുർഖാൻ ഏതാ? എങ്ങനെ അബ്സ്വിർ ബിഹി. കാരണം എന്താണ്? അടിപൊളി, വളരെ ഉഷാറായിട്ടാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശേഷം അതേ കലിമത്തിലോ? അത് രണ്ട് പാഠത്തിൽ രണ്ട് നിലക്കാണ് പറയണല്ലേ. പക്ഷേ അതേ കലിമത്തിൽ തന്നെയാണ്. അതേ കലിമത്തിൽ നിന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി പറഞ്ഞിട്ടില്ല എന്നാലും അതേ കലിമത്തിൽ അല്ല. ബിസ്രല്ലേ ചോദിച്ചേ? വരികയാണെങ്കിൽ അതേ കലിമത്തിലേ വരുള്ളൂ ഇസ്തിലാന്റെ അർഫ്. എങ്ങനാ? എന്ത്? പറഞ്ഞോ എപ്പോ? തിങ്കളാഴ്ച. അതേ കലിമത്തിൽ പറയാൻ പറ്റൂല എന്നാ? നമ്മള് പുസ്തകം നോക്കിയോണ്ടി. ഒരിടത്ത് അതേ കലിമത്തിൽ നിന്ന് ഉണ്ടാവില്ല, മറ്റൊരിടത്ത് അതേ കലിമത്തിൽ നിന്ന് ഉണ്ടാകും. മനസ്സിലായില്ലേ? ഒരിടത്ത് എന്തുണ്ടാവുള്ളൂ? ഇസ്തിലാന്റെ അർഫ് ശേഷം വരാതിരിക്കാതെ ഉണ്ടാവുള്ളൂ. മറ്റേ ഭാഗത്ത് എന്തുണ്ടാവും? അതേ കലിമത്തിൽ നിന്നും ഉണ്ടാവും. അങ്ങനെ തന്നെയുള്ളേ അല്ലേ? പുസ്തകത്തിലാണല്ലേ? ഇൻഷാ അല്ലാ. പിന്നെ അടുത്ത ആള് ആരാ? ബിസ്റന്നെ. ബിസ്റേ, അലിഫിനെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഏതാ?
സലാമുൻ റുഹാഉൻ സുബാത്ത. ഏ റുഖാഉൻ. റുഹാ കാരണം എന്താ? ഇസ്തിലാന്റെ അല്ല തഫീമിന്റെ അക്ഷരം വന്നു. നേർക്ക് പറയും, ഫുള്ളാക്കി പറയണോ? മുറിച്ച് പറഞ്ഞാൽ പോരാ. തഫീമിന്റെ അക്ഷരം വന്നത് കൊണ്ട് തഫീമിൽ നീട്ടാൻ വരുന്ന ഏത് അക്ഷരമാണെങ്കിലോ നീട്ടാൻ വരുന്ന ഏത് അക്ഷരമാണെങ്കിലോ? നീട്ടാനാകെ അലിഫല്ലേ? ആ നീട്ടാൻ വരുന്ന അലിഫും വാവും തഫീം ചെയ്യണം. ഇവിടുത്തെ കാരണം എന്താ? ഖായിന് അലിഫ് വന്നു. ഫുള്ളായിട്ട് പറയും. ഹായിന് അലിഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ പറയും. തഫീമിന്റെ ആ അക്ഷരത്തിന് അക്ഷരം നീട്ടാൻ അക്ഷരമായ ഏതാണ് അക്ഷരം അവിടെ വന്നത്? ഖ. പൂർണ്ണമായി പറയ്. തഫീമിന്റെ ആ തഫീമിന്റെ അക്ഷരമായ ഖായിനെ നീട്ടാൻ അലിഫ് വന്നു. അതുകൊണ്ട് തഫീം ചെയ്യണം. അതുകൊണ്ട് അലിഫിന് എന്ത് ചെയ്യണം? തഫ്ഖീം ചെയ്യണം. വേറെ ഏതൊക്കെ അക്ഷരങ്ങളാണ് തഫ്ഖീമിന്റെ അക്ഷരങ്ങള്? ഹുസലാത്തിൻ. ഓക്കെ, അപ്പോൾ പഠിച്ചിരിക്കണേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല റാങ്കോടെ വിജയിക്കട്ടെ. ആരാ? സുബൈർ വഴിക്കടവ് എന്ന് പറഞ്ഞാല് കുട്ടീൻ്റെ പേര്? സുബൈർ വഴിക്കടവ് എന്ന് പറഞ്ഞ കുട്ടീൻ്റെ പേരെന്താ? എന്താ? എങ്ങനാ? കുട്ടിന്റെ ഉപ്പയാണ്. ഞാനത് നോക്കിയതാണ്. റുഷ്ദാന്റെ ഉപ്പയാണ്. റുഷ്ദന്റെ ഉപ്പ. കുട്ടികൾ കയറിണ്ടാവും നല്ലേ. കുട്ടികൾ കയറിണ്ടാവും നല്ലത്. ഞാൻ കയറുന്നില്ല. ഇൻഷാ അല്ലാഹ്. അടുത്തത് റുഷ്ദ. റുഷ്ദ പറഞ്ഞോ. അടുത്ത ചോദ്യമാണ്, അലിഫ്ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. അലിഫ്ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. ഏതാണ് ഉദാഹരണം? ആർക്കാണ് കാണാത്തത്? ആർക്കും കാണില്ല പേപ്പറ്? എങ്ങനാ കാണുന്നില്ലേ? എന്നാ റുഷ്ദ പറയ്. അലിഫ്ലാമിനെ ഇദ്ഗാം ചെയ്ത് ഓതണം. ഏതാണ്? വത്തോരിഖ്. എന്താ കാരണം? അലിഫിലേമി ലാമിനെയും ഉച്ചരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ചെയ്തു എന്നല്ലേ മലയാളം? എന്തേ അങ്ങനെ അലിഫ്ലാമിനെ ഉച്ചരിക്കാതിരിക്കാൻ കാരണം എന്താ? അലിഫ്ലാമിനെ ഇദ്ഗാം ചെയ്തു അഥവാ ഉച്ചരിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതി. എന്തേ കാരണം? എന്നാ റുഷ്ദ പറയ്. നമ്മളൊരു കോഡ് പറഞ്ഞിരുന്നു. എന്തിനെ കുറിച്ച്? ഷംസിയായ അക്ഷരങ്ങൾ പഠിക്കാൻ. എന്താണ് ആ കോഡ്? അങ്ങനെയാണെങ്കിൽ ഷംസിയായ അക്ഷരങ്ങൾ ആ കോഡുമെന്ന് പറഞ്ഞോളി. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തുണ്ടാവുക? അല്ല, താന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല മോളോ?
നമ്മൾ തെതുറുസു സത്തൽ എന്ന് പറഞ്ഞല്ലേ? ആ ആ അതിൻ്റെ തായിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ലോ സാ സാ ദാലിൻ്റെ നേരെ ഓപ്പോസിറ്റ് റാഇന്റെ ആണോ? ദാല് ദാല് തെതുറുസു ദാല് ദാല് ലാ ഏ ദാലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാല് ഏ ലാല് ലാല് ദാല് ആ റായിൻ്റെ ഓപ്പോസിറ്റ് സാ സായി സീനിൻ്റെ ഓപ്പോസിറ്റ് ഷീനെ ആ വേറെ ആരോ പറയണ്ടേ, റുഷ്ദാണ് പറയേണ്ടത് കേട്ടോ. പിന്നെ തെതുറുസു സോദിൻ്റെ ഓപ്പോസിറ്റ് ലോദ് ലോദ് തോയിൻ്റെ ഓപ്പോസിറ്റ് ലോ ലാമിൻ്റെ ഓപ്പോസിറ്റ് ന്യൂന് നൂന്. നോക്കി പറഞ്ഞല്ലോ? അല്ല അല്ല, അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ, നല്ല ഉന്നതമായ മാർക്ക് എടുക്കട്ടെ. റുഷ്ദാൻ്റെ ഉപ്പയാണല്ലേ ഉണ്ടായിരുന്നത് നമ്മളെ ക്ലാസ്സിൽ? ആ ആ ഇപ്പോൾ ഉസ്താദല്ലേ? ആ ആ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകട്ടെ, പെരക്കാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ നല്ല മാർക്ക് വാങ്ങണം, അള്ളാഹു നല്ല മാർക്ക് തരട്ടെ. അടുത്ത ആള് ഫാത്തിമ സഫ. സഫ കം ഹിയർ. ഏ സഫ പറയാ ആ സഫത്തിലെ ആ ആ അർ റസ്മുൽ ഉസ്മാനിയിലെ അൽ ബദലിന് ഉദാഹരണം പറഞ്ഞോ സഫ. സഫ ഒറ്റക്ക് പറയണം. അർ റസ്മുൽ ഉസ്മാനിയിലെ അൽ ബദലിന് ഉദാഹരണം. സ്വലാത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതില്? എത്രാമത്താ? ആ നടുത്ത് അല്ലേ? അതെന്തേ കാരണം സ്വലാത്തായി? സ്വലവാത്ത് എന്ന രൂപത്തിൽ എഴുതുന്ന ആ സ്വലാത്ത് എന്നതായി? ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവന്നു. ഒഴിവാക്കി. ഒഴിവാക്കുക? ബദല് എന്ന് പറഞ്ഞാൽ എന്താ? ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവന്നു. ആ ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവന്നു അല്ലേ? അപ്പോ ഏതക്ഷരത്തിന് പകരം ഏതാ കൊണ്ടുവന്നേ? ലാമിന് പകരം വാവോ? അലിഫ്. അല്ലാ അല്ലാ അല്ലാ. സോറി, അലിഫിന് പകരം വാവ്. സഫ ഒന്ന് പേഴ്സണലായി കോണ്ടാക്ട് ചെയ്യണം, മനസ്സിലായില്ലേ? ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനാ? ആ റെക്കോർഡ് ക്ലാസ് കേട്ടാ മതി. ഞങ്ങളിവിടെ ചിത്രം വരച്ചാണ്ട് പറഞ്ഞത് അതൊക്കെ. അല്ല കുട്ടികളെ, നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയില്ലേ? ആരെ മറന്നു വയ്ക്കണോ? എന്നാ ഞാൻ ചോദിക്കണ ഒരാൾ പറയും. ഓളാ ക്ലാസ് കേൾക്കാത്തോണ്ടാണ്. ഇൻഷാ അല്ലാ ക്ലാസ് കേട്ടൊരാൾ പറഞ്ഞു കേട്ടോ. സൊഫ്വാൻ ഉണ്ട് ക്ലാസ്സിലന്ന്.
ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നാ ഒന്ന് പറഞ്ഞു കൊടുക്കേ. ആ റസ്മുൽ ഉസ്മാൻ്റെ ഖവായിദ് റസ്മുൽ ഉസ്മാനി ഇവിടെ ഏതാ വന്നത് മോളെ? ഇവിടെ ഏതാ ഉത്തരം? സഫ കേട്ടോ? ബദൽ ഉദാഹരണം ഇവിടെ ഏതാ? ബദൽ ഉദാഹരണം ഏതാ? സഫ കേട്ടോട്ടാ, ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ ബദൽ ഉദാഹരണം ഏതാ? സ്വലാത്ത് ഏത് സ്വലാത്താ? രണ്ടാമത്തെ. എന്താ കാരണം? ബദലിന് ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരം കൊണ്ടുവരിക. ഇതിൽ ഏതക്ഷരത്തിന് പകരം ഏതക്ഷരം കൊണ്ടുവന്നേ? അലിഫിന് പകരം വാവ്. ശരിക്കും അവിടെ എന്തായിരുന്നു വരേണ്ടത്? ഇതേപോലെ സ്വലാത്ത് എന്നാണ് വരേണ്ടത് അല്ലേ? ഇവിടെ അലിഫല്ലേ വന്നത്? സഫ ഇവിടെ ശ്രദ്ധിക്കട്ടാ, ഇവിടെ അലിഫല്ലേ കണ്ട്. എന്നാൽ ഇവിടെ എന്താ നമ്മള് ശരിക്കും നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയല്ലേ എഴുതുക? ഇങ്ങനെ അല്ല, ശരിക്കും നമ്മൾ എഴുതുമ്പോ ഇങ്ങനെയല്ലേ എഴുതുക? പക്ഷെ ഖുർആനിൽ എങ്ങനെ കാണുക? വാവ് എഴുതിയിട്ടാണ് കാണുക അല്ലേ? വാവ് എഴുതിയിട്ടാണ് കാണുക അല്ലേ? അപ്പോൾ റസ്മുൽ ഉസ്മാന്റെ ഖവായിദുകൾ ഓരോന്ന് നമ്മളെ സൊഫാന പറയും. മുകളിലെ തട്ടിൽ ആരായിരുന്നു? ഹദ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെന്താ ഇവിടുന്ന് ചെയ്തുകൊണ്ടിരുന്നത്? അക്ഷരത്തെ ഒഴിവാക്കൽ. അപ്പൊ ഇവരിങ്ങനെ അക്ഷരത്തെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിക്കല്ലേ? അപ്പൊ ഹദ്ഫ് അക്ഷരത്തെ ഒഴിവാക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ തട്ടിൽ ആരുണ്ടായിരുന്നത്? ഈ ഇടുന്ന അക്ഷരത്തൊക്കെ എടുത്തു വെക്കുന്ന അസിയാദ. ഇവിടുന്ന് ഇടുന്ന അക്ഷരത്തൊക്കെ എന്ത് ചെയ്യും? ഇവര് പിടിച്ചു വെക്കും. ഇവരെ കയ്യിൽ ആവശ്യത്തിന് അക്ഷരങ്ങൾ ഉണ്ട്, എന്നിട്ടും എന്ത് ചെയ്യും? ഇവിടുന്ന് കിട്ടുന്നതൊക്കെ ഇവര് വാങ്ങി വെക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവരെ എന്ത് പേര് വിളിച്ചു? അസിയാദ എന്ന് വിളിച്ചു. എന്നാൽ ഇവിടെ ഇതിനെന്ത് വിളിക്കും? കാരണം എന്താ? ഇവിടുന്ന് ഇടുന്ന അക്ഷരങ്ങളൊക്കെ ഇവര് എടുത്തു വെക്കുകയാണ്. ശരിക്കും ആർക്കാ ഇവിടെ ആവശ്യമുള്ളത്? ഈ തട്ടിലുള്ളവർക്ക് ആവശ്യം. അപ്പൊ ഇവർക്ക് ഇത് കിട്ടുന്നുണ്ടോ ഇവിടുന്ന് ഇടുന്നത്? അപ്പൊ ഇവരെന്ത് ചെയ്യും? ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? ഒന്നിന് പകരമായിട്ട് ഒന്നിനെ വെക്കും അല്ലേ? ഇങ്ങനെ ഒന്നിന് പകരം ഒന്ന് വെച്ച് കണ്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ബദല് എന്ന് പേര് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സഫക്ക് മനസ്സിലായോ? മനസ്സിലായി? ഓക്കെ അല്ലേ? എന്നാല് ഇവിടെ നോക്കി അടുത്ത ആള് നമ്മളിപ്പോ നമ്മള് ഇത് അവിടെ ആരോ സംസാരിക്കുന്നുണ്ട്. ഉമ്മാരോ സംസാരിക്കുന്നുണ്ട്. അടുത്ത ആള് സഫ കഴിഞ്ഞു. സന എ പി പറഞ്ഞില്ലേ? ഫാത്തിമ സഫാന പറഞ്ഞു. അഹമ്മദ് സിനാൻ ബാഇന് മേൽ ഇദ്ഗാം ചെയ്തു ഓതണം. ഏതാണ് ഇതില് ബാഇന് മേൽ ഇദ്ഗാം ചെയ്തു ഓതല്? ഒന്നാമത്തത്. ഓക്കെ അല്ലേ? അതെ, അതിന് എന്ത് പേരാ നമ്മൾ പറയാ? അങ്ങനെ ബാഇനെ മീമിൽ ഇദ്ഗാം ചെയ്ത് ഓതുന്നതിന് നമ്മൾ എന്ത് പേര് പറയും അഹമ്മദ്?
എന്ത് പേര് പറയൂ? എന്ത് പേര് പറയൂ? എന്ത് പേരാ പറയാ? ഇന്ന് മീനിന് ചേർക്കുന്നതിനാണോ? അതെ, നമ്മൾ ഈ ചോദ്യത്തിലുള്ള രൂപം. ആ, അതിനെന്ത് പേരാ പറയാ? മുത്തക്കാരിബാനിയാണോ? ആണോന്നാ? അല്ല, മുത്തജാനിസാനി. കാരണം മഹ്റജിൽ ഒന്നായ അക്ഷരങ്ങൾ വന്നു. ഉം? മഖ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്തു. മഖ്റജിൽ യോജിക്കുകയും സിഫത്തിൽ എന്ത് ചെയ്തു? വ്യത്യാസമാവുകയും ചെയ്തു. എന്നാൽ ഹമദ് ബാക്കി രണ്ടെണ്ണം പറയേ. ബാക്കി രണ്ട് രൂപങ്ങൾ ഏതൊക്കെയാണ്? എന്താ പേര്? മുത്തക്കാരിബാനിയും പിന്നെ മുത്തമാസിലാനിയും. മുത്തമാസിലാനി എന്നാൽ എന്താ? മുത്തമാസിന് മഹ്റജും സിഫത്തും ഒന്നായ അക്ഷരം. ആ, അതേപോലെ മുത്തജാനിസാനിയോ? നമ്മൾ കുറച്ച് മനുഷ്യന്മാരെ ഫോട്ടോ ഒക്കെ വരച്ചിരുന്നു. മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും. മഖ്റജിൽ യോജിച്ചോ? നമ്മൾ എങ്ങനത്തെ ചിത്ര വരച്ചത് അവിടെ? അല്ലേ? കന്തൂറിട്ട് പാൻറ് ഇട്ട ആള്, ഇവിടെ കന്തൂറിട്ടു, അതുപോലെ തുണി എടുത്ത ആള്. പക്ഷേ മഖ്റജ് ഒന്നാണോ? അല്ല. ഇവിടെ മഖ്റജ് ഒന്നാണോ? അല്ല, മഖ്റജ് അടുത്താണ്. ഏകദേശം ഒരു രൂപമുണ്ടല്ലേ? മഖ്റജിൽ അടുത്തിരിക്കുകയും സിഫത്തിൽ ഒരുപാട് യോജിച്ചില്ലേ? ഇയാളും തൊപ്പിട്ടിക്കണേ, ഇയാളും തൊപ്പിട്ടിക്കണേ, ഇയാൾ കന്തൂറിട്ടു, ഇയാളും കന്തൂറിട്ടു. പക്ഷേ ആകെ വ്യത്യാസം ഇയാൾ പാൻറ്റാണ്, ഇവിടെ തുണിയാണ്. അപ്പോൾ സിഫത്ത് ഒരുപാട് സിഫത്തിൽ എന്ത് ചെയ്തു? വ്യത്യാസമായി. അല്ല, ഒരുപാട് സിഫത്തിൽ വ്യത്യാസമാവുക എവിടെ ചെയ്തത്? ഇയാൾ തൊപ്പിട്ടിക്കണേ, ഇയാളും തൊപ്പിട്ടിക്കണേ, ഇയാൾ കന്തൂറിട്ടിക്കണേ, ഇയാൾ കന്തൂറിട്ടിക്കണേ. ഇപ്പോൾ എത്ര സിഫത്തായി? 2 സിഫത്തായില്ലേ? 2 സിഫത്ത് ചോദിച്ചില്ലേ? ആകെ ഒരു സിഫത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ കൂടുതൽ സിഫത്ത് യോജിക്കുകയാണോ വിയോജിക്കുകയാണോ ചെയ്തത്? യോജിച്ചു. അപ്പോൾ മഖ്റജിൽ അടുത്താവുകയും കൂടുതൽ സിഫത്തുകളിൽ എന്ത് ചെയ്തു? യോജിക്കുകയും ചെയ്തു. അഹമ്മദിന് മനസ്സിലായോ? വെറുതെ മൂളി തന്നതാ? ആ, എന്നാ പറയും മുത്തക്കാരിബാനി എന്നാൽ എന്താ? അല്ല, മുത്തക്കാരിബാനി. മുത്തക്കാരിബാനി മഖ്റജിൽ അടുത്തിരിക്കുകയും സിഫത്തിൽ യോജിക്കുകയും. സിഫത്തിൽ യോജിച്ച? പൂർണ്ണമായിട്ട് യോജിച്ചാ? കൂടുതൽ സിഫത്തിൽ യോജിച്ചു. എങ്ങനാ? മഖ്റജിൽ അടുത്തിരിക്കുകയും കൂടുതൽ സിഫത്തിൽ യോജിക്കുകയും ചെയ്തു. എങ്ങനെ? മഖ്റജിൽ അടുത്തിരിക്കുകയും കൂടുതൽ സിഫത്തിൽ യോജിക്കുകയും ചെയ്തു. അതിനാണ് എന്ത് പറയാ? എന്നാൽ മുത്തക്കാരിബാനി ആവുന്ന രണ്ട് ജോഡി അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഓക്കെ, അഹമ്മദ് ഉഷാറാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് കിട്ടട്ടെ ഇൻഷാ അല്ലാ. അടുത്ത ആള് എവിടെ? ഇൻഷാ അല്ലാ ഓരോരുത്തർക്ക് വരി വരിയായിട്ട് വരും. അങ്ങനെ ഓർഡർ അനുസരിച്ചാണ് വിളിക്കേണ്ടത്. ഫാത്തിമ ഫിദ, റായിനെ തർക്കീക്ക് ചെയ്തു. എവിടെ? ഏതാണ്?
റായിനെ തെർക്കീക്ക് ചെയ്തു. ഇതിലേതാണ് റായിനെ തെർക്കീക്ക് ചെയ്തത്?